പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായനയിലേക്ക് കടക്കുന്നതിനു മുൻപ് നമ്മളോട് പ്രാർത്ഥനാസഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കുടുംബത്തിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് അവർ പ്രത്യേകം ആവശ്യപ്പെട്ടതിനാൽ നമ്മൾ അത് വെളിപ്പെടുത്തുന്നില്ല. അവർ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ക്രൈസ്റ്റ് ദ കിങ്ങിന്റെ ബൈബിൾ വായന ഞാൻ കേൾക്കാറുണ്ട്. പ്രാർത്ഥനാസഹായം ആവശ്യമുള്ളവർക്കുവേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ് ഇതെഴുതുന്നത്. ഞങ്ങളുടെ വീട്ടിൽ ഞാനും ഭർത്താവും 2 മക്കളുമാണുള്ളത്. ഞങ്ങളുടേത് 2ാം വിവാഹമാണ്. ഞങ്ങൾ താമസിക്കുന്നത് വാടക വീട്ടിലാണ്. ഞാനും ഭർത്താവുമായി മനസ്സുകൊണ്ട് നല്ല അടുപ്പത്തിലാണ്. എന്നാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ എന്നും വഴക്കാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഈ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ മകനെ ലോകത്തിലേക്ക് അയക്കുകയും ഈ ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി കുരിശുമരണം വരിച്ചുവല്ലോ. അമ്മയുടെ മകനെ ഈ കുടുംബത്തിലേക്ക് അയക്കണമേ. ഈശോയെ, ഈ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പൈശാചിക ശക്തിയെ അവിടുന്ന് ആട്ടിയോടിക്കണമേ. ഈ കുടുംബത്തിന് കാവലാളായി നിന്നുകൊണ്ട് ഈ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും വീണ്ടെടുക്കണമേ. ഈ കുടുംബത്തിൽ മുൻകാലങ്ങളിലുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും വീണ്ടെടുത്തുകൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമ്മളിന്ന് 7-ാം അധ്യായം വായനയ്ക്കു മുൻപ് 6-ാം അധ്യായം ഇങ്ങനെയാണ് വായിച്ചു നിർത്തിയത്: നിനക്കും അവയ്ക്കും ആഹാരത്തിനുവേണ്ടി എല്ലാത്തരം ഭക്ഷണവും ശേഖരിച്ചു വയ്ക്കണം. ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ നോഹ പ്രവർത്തിച്ചു. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ മുകളിൽ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചതിനുശേഷം മാത്രം 7-ാം അധ്യായം വായിക്കുക. അധ്യായം 7: ജലപ്രളയം. കർത്താവ് നോഹയോട് അരുളി ചെയ്തു: നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. 7 ദിവസവും കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം ഞാൻ മഴ പെയ്യിക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂതലത്തിൽ നിന്ന് തുടച്ചുമാറ്റും. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമുഖത്ത് വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളപ്പൊക്കത്തിൽ നിന്നു രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ദൈവം കൽപ്പിച്ചതുപോലെ ശുദ്ധിയുള്ളവയും അല്ലാത്തവയുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി ഈ 2 വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ വെള്ളം പൊങ്ങിത്തുടങ്ങി. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകൾ പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങൾ തുറന്നു. 40 രാവും 40 പകലും മഴ പെയ്തുകൊണ്ടിരുന്നു. അന്നുതന്നെ നോഹയും ഭാര്യയും അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലായിനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും പക്ഷികളും പെട്ടകത്തിൽ കടന്നു. ജീവനുള്ള സകല ജഡത്തിലും നിന്ന് ഈ 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കടന്നു. സകല ജീവജാലങ്ങളും നോഹയോട് ദൈവം കൽപ്പിച്ചിരുന്നതുപോലെ ആണും പെണ്ണുമായാണ് അകത്ത് കടന്നത്. കർത്താവ് നോഹയെ പെട്ടകത്തിലടച്ചു. വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്കു മുകളിലായി. ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിനു മീതെയൊഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിൻ കീഴെ തലയുയർത്തിനിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്കു മുകളിൽ 15 മുഴം വരെ വെള്ളമുയർന്നു. ഭൂമുഖത്തു ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. കരയിൽ ഭൂമുഖത്തുനിന്നു ജീവനുള്ളവയെയെല്ലാം വസിച്ചിരുന്ന പ്രാണനുള്ളവയെല്ലാം ചത്തു. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചുമാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടുനിന്നു. പ്രിയപ്പെട്ടവരെ, 7-ാം അധ്യായം ഇവിടെ അവസാനിക്കുമ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ദിവസവും കൃത്യസമയത്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. ഈ വചനവായന നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്തു നൽകുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും സ്ഥലവും ആവശ്യങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും.
ദൈവം നമ്മെ എല്ലാവരെയും നാളെ കാണും വരേക്കും സമൃദ്ധമായി അനുഗ്രഹിച്ചു കാത്തുപരിപാലിക്കട്ടെ.